റിപ്പോർട്ട് ചെയ്യപ്പെട്ട 3 മരണങ്ങൾ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതങ്ങനെ കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഓരോ മരണവും മലയാളി സമൂഹം കേൾക്കാതെ പോയ നിലവിളികളുടെ, അവഗണിക്കപ്പെട്ട വേദനയുടെ തെളിവുകളാണ്. ആലപ്പുഴയിൽ കരിയറിന്റെ ആദ്യ പടികൾ കയറിക്കൊണ്ടിരിക്കുന്ന യുവ അഭിഭാഷക, കോഴിക്കോട് മെച്ചപ്പെട്ട ഒരു വിവാഹ ജീവിതം സ്വപ്നം കണ്ട ഒരു യുവതി, വയനാട്ടിൽ ഭർത്താവിന്റെ മരണത്തിൽ നീതി തേടി അലഞ്ഞ ഒരു വീട്ടമ്മ. 3 വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, വ്യത്യസ്ത ഇടങ്ങൾ. പക്ഷെ 3 വ്യത്യസ്ത മേഖലകളിൽ 3 വ്യക്തികളാണ് മരണപ്പെട്ടതെങ്കിലും ഈ 3 പേരുടെയും മരണത്തിന് ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ: മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടൽ, തീർത്താൽ തീരാത്ത വേദന, അവഗണന. ഇതായിരുന്നു ഈ 3 ആളുകളുടെയും മരണത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. വയനാട് ബത്തേരി സ്വദേശി രേഷ്മയുടെ മരണം നാട്ടിലെന്ന പോലെ തന്നെ പ്രവാസികൾക്കിടയിലും വലിയ ചർച്ചയായിരുന്നു. ഇസ്രായേലിൽ പ്രവാസിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഭർത്താവ് ജിനേഷ് കൊല്ലപ്പെടുന്നു. കൊലപാതകം ആരോപണത്തിന്റെ പേരിലാണ് ഇസ്രായേലിൽ വെച്ച് ജിനേഷ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഭർത്താവിനെതിരെയുള്ള ആരോപണങ്ങൾ വെറും കള്ളങ്ങളാണെന്നും തനിക്കും മരിച്ചുപോയ ഭർത്താവിനും നീതി കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നിരവധി എടുത്താണ് അപേക്ഷകളുമായി കയറി ഇറങ്ങിയത്. പക്ഷെ മൗനമായിരുന്നു അവൾക്കുള്ള മറുപടി. അത് എംബസിയുടെ ഭാഗത്തു നിന്നായാലും അധികൃതരുടെ ഭാഗത്തു നിന്നായാലും ആ മൗനം അവളെ മാനസികമായി ഏറെ തളർത്തി. ഒടുവിൽ നീതി ലഭിക്കുമെന്ന അവസാന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോഴാണ് രേഷ്മ ജീവിതത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുന്നത്. കോഴിക്കോട് കൈതപ്പൊയിലെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട ഹസ്നയുടെ കഥവും ഒരുപാട് ഉത്തരങ്ങളില്ലാത്ത ചോദ്യത്തോടെയാണ് നിലനിൽക്കുന്നത്. ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണ് ഹസ്ന ആദിലിനൊപ്പം ഇവിടെ താമസം ആരംഭിക്കുന്നത്. 3 മക്കളുടെ മാതാവ് കൂടിയായ ഹസ്ന നിലവിൽ വിവാഹമോചിതയാണ്. ആ പഴയ ദുരന്ത ജീവിതം മറന്നുകൊണ്ട് പുതിയ പ്രതീക്ഷകളുമായാണ് അവൾ ആദിലിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത്. ജീവിതം കരപിടിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നതുപോലും ഇന്നും ദുരൂഹമാണ്. അവളുടെ മരണവും സമൂഹം കണ്ടില്ലെന്ന് നടിച്ച മട്ടിലാണ് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച മരണം ഏതെന്ന് വെച്ചാൽ ആലപ്പുഴ പുന്നപ്പുറ സ്വദേശിയായ അഡ്വക്കേറ്റ് അഞ്ജിത പി പിള്ളയുടെ മരണമായിരുന്നു. ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ച് സഹപ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ കീർത്തി നേടിയ ഒരു കുട്ടിയായിരുന്നു അഞ്ജിത. അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ദിവസം ആ കുട്ടിയെ വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വിജയത്തിലേക്കുള്ള യാത്ര പോലും എത്രമാത്രം ദുർഘടമാണ് എന്നാണ് ഈ മരണം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 3 മരണങ്ങളും വിരൽ ചൂണ്ടുന്നത് മലയാളി സ്ത്രീകൾ എത്രത്തോളം സാമൂഹികമായും ഒറ്റപ്പെടലുകളും മാനസിക സമ്മർദ്ദങ്ങളും നേരിടുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. കരിയറിലെ മത്സരങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, നീതി ലഭിക്കാത്തതിനുള്ള നിരാശ, സമൂഹത്തിന്റെ മൗനം, ഇതെല്ലാം ചേരുമ്പോൾ പലർക്കും, പ്രത്യേകിച്ച് മലയാളി സ്ത്രീകൾക്ക് ജീവിതം താങ്ങാനാവാത്ത ഒരു ഭാരമായാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കുറ്റപ്പെടുത്തലിന്റെ സമയമല്ല, ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ പല പ്രയാസങ്ങളെ കൊണ്ട് തളരുമ്പോൾ നാം അത് കാണാറുണ്ടോ? അവരുടെ വാക്കുകൾ കേൾക്കാൻ, അവരുടെ കൈ പിടിക്കാൻ, അവരുടെ പോരാട്ടങ്ങൾക്ക് ഒപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതം രക്ഷിക്കുക എന്ന് പറയുന്നത് അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമല്ല, ഇതൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. സംസാരിക്കാൻ ഒരു വേദിയും, വിശ്വസിക്കാൻ ഒരാളും, സഹായം നേടാൻ ഒരു സംവിധാനവും ഉറപ്പാക്കാൻ സാമൂഹികമായി നമുക്ക് ബാധ്യതയുണ്ട്. ഇനിയെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ ഇനിയും തകർന്ന സ്വപ്നങ്ങളും മുറിവേറ്റ മനസ്സുകളും വാർത്തയായിക്കൊണ്ട് മാത്രം നമ്മളെ തേടിയെത്തും. അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.